ഞാനൊരു 90s കിഡാണ്. ഈ 1997 ജനിച്ചിട്ട് 90s കിഡാന്ന് പറയുന്നതല്ല, ശരിക്കുമുള്ള പ്യുവർ 90s കിഡ്. അപ്പം എൻ്റെ അനിയത്തിയും ഞാനും തമ്മിലൊരു 8-9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവൾ ജെൻസി കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ ഇത്രയും ഏജ് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ വാർഡ്രോബ് പോയിട്ട് അവരുപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരണം. എന്നിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് ജെൻസി കിഡാന്നുള്ള ഭാവത്തിൽ അങ്ങ് നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. എന്നത്തെയും പോലെയും ഒരു മോയ്സ്ചറൈസർ ഇടുന്നു, കണ്ണിൽ കുറച്ച് താജ്മഹൽ പണിയുന്നു, പിന്നെ ഇപ്പം ഈ കാണുന്ന ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കൈ ഇങ്ങനെ ലീല പോലെ വിറയ്ക്കും ഐലൈനർ ഇടുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടുന്നു. ഇത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്, റെഡ് കളറാണ്. ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. എനിക്കധികം പിങ്ക് ഷെയ്ഡ്സാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു റെഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ലിപ്പൊക്കെ ഒന്ന് ലൈൻ ചെയ്ത്, ആ ലൈൻ ചെയ്തതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങോട്ട് വരച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അതൊക്കെ ആകെ പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് കമ്മലിടുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ മുടി. ഇപ്പം മുടിയുടെ ലെങ്ത്ത് കുറവാണെങ്കിലും കളർ ചെയ്തതുകൊണ്ട് ഇച്ചിരി ജട പിടിക്കും. ഈ കാണുന്ന ഡാൻസൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ സലാമ ഐലേസയാന്ന് തോന്നുന്നു, റൺവേയിലെ. അതിനുള്ള നൃത്തങ്ങളുടെ സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് മുടി ജടയൊക്കെ കളഞ്ഞ് നല്ല സ്ട്രെയിറ്റായിട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി സ്ട്രെയിറ്റ് മുടിയാണ്, അതുകൊണ്ട് ഞാൻ അധികം സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഷൂട്ട്സൊക്കെ വരുമ്പോൾ മാത്രമേ സ്ട്രെയിറ്റ്നർ വെച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനമാണ് ഗെയിം ചേഞ്ചർ. എനിക്ക് കാറ്റ്സ് ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് കറുത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മുഴുവൻ പൂച്ചപ്പുട ഉണ്ടാവും. അത് പോക്കാനാണ് ഈ ലിൻറ്റ് റോളർ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഏത് ഡ്രസ്സാണോ ഇടുന്നത് അതിൻ്റെ മേലെ നന്നായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റിൻ്റെ രോമം ബാക്കി ലിൻ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടെ പോരും. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുന്നു. പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള പട്ടി ഷോ, ഇതെനിക്ക് നിർബന്ധം. അപ്പോൾ ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പും ബ്ലൂ ബാഗി ജീൻസും വെള്ള ഷൂസും. ഇതിൽ ഷൂസും പിന്നെ ആ കൈ കെട്ടിയിരിക്കുന്ന വാച്ചും മാത്രമാണ് എൻ്റെത്. ബാക്കി മൊത്തം എൻ്റെ അനിയത്തിയുടെ വാർഡ്രോബിൽ നിന്ന് അവൾ ഉപയോഗിക്കാത്ത ഡ്രസ്സ് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൾ എന്നോട് ക്ഷമിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു സ്ലോ മോഷനിൽ വീഡിയോ ഇടണമെന്ന്, കറങ്ങുന്നതൊക്കെ. അപ്പോൾ അത് മാനിച്ച് സ്ലോ മോഷനിൽ കറങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.